നമസ്കാരം. പാട്ടുപാടി കടുവയെ വീഴ്ത്തിയ വനം മന്ത്രിയും നിർമ്മിത ബുദ്ധി കൊണ്ടുവരുന്ന സോഷ്യലിസവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഒരു നാട് മുഴുവൻ കടുവ ഭീതിയിൽ കഴിയുകയായിരുന്നു. കാടിറങ്ങിയ കടുവ ഒരു സ്ത്രീയെ കൊന്നു തിന്നതാണ്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് ജനം പ്രക്ഷോഭത്തിലും. വനം മന്ത്രിക്ക് കോഴിക്കോട് നിന്ന് വയനാട് അന്ന് എത്താൻ കഴിയാത്തത് മനസ്സിലാക്കാം. പക്ഷേ മന്ത്രിക്കന്ന് ഫാഷൻ ഷോയിൽ പങ്കെടുക്കണമോ? ഉല്ലസിച്ച് ഹിന്ദി പാട്ട് പാടണോ? റോം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയായി മന്ത്രി. പണ്ട് ബോംബെയിൽ തീവ്രവാദ ആക്രമണം നടന്ന ദിവസം 5 ഓവർകോട്ടുകൾ മാറി മാറിയിട്ട് ടെലിവിഷൻ ചാനലുകൾക്ക് ബൈറ്റ് നൽകിയ ആഭ്യന്തരമന്ത്രി പാട്ടീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് വിമർശനങ്ങളെ തുടർന്നാണ്. നാടിറങ്ങിയ കടുവയെ വനപാലകർ നോക്കിക്കൊള്ളും. നമുക്ക് മന്ത്രിയുടെ പാട്ടൊന്ന് കേൾക്കാം. പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടൂന്നേ. പാടല്ലേ. പാടി. चुप चुप चलन में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की आवाज है. ജോസഫേ, എന്തുകൊണ്ടത് കേട്ടൂടെ പാട്ട്? प्रेम की है ये आग सजनी जो. ലെവൻ പാടുന്നു, നീ പാടുപെടും. ഒരു പാവം ആദിവാസി സ്ത്രീയെ കടുവ കൊന്ന് ആ കടുവ വീതിയിൽ ഒരു ജനത മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ മന്ത്രിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാല് കാച്ചി. मेरी सरका तू हीरा तर ताज है, क्यों चुप ना सके परमात्मा, मेरी आत्मा की ये आवाज है. പാല് കാച്ചൽ കല്യാണം, കല്യാണം പാല് കാച്ചൽ, കല്യാണം പാല് കാച്ചൽ. ജനം ആകെ പൊറുതി മുട്ടി നിൽക്കുമ്പോൾ ഒരു നയം രൂപീകരിക്കാൻ ഈ മന്ത്രിക്ക് കഴിയുന്നില്ല, സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എന്നിട്ട് പാട്ട് പാടുകയാണ്. കുഴപ്പമായി എന്നാ തോന്നുന്നത്. പാട്ട് പാടിയത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു വിമർശനം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി. അത്രയേ ഉള്ളൂ. അത് ആർക്കെങ്കിലും മനസ്താപം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രത്യേകമായി ശ്രദ്ധിക്കാം. മുതലാളിയുടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി തരണം. ഞാൻ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാർ. സാരമില്ല, കുറെ നാളായി നാട്ടിലെ തല്ലുകൊണ്ടിട്ട്. കണ്ടാലുടൻ വെടിവെക്കാൻ മന്ത്രി ഉത്തരവിട്ടെങ്കിലും നിന്നുകൊടുക്കാൻ കടുവയെ കിട്ടിയില്ല. ഒടുവിൽ കാട്ടിൽ നിന്നേറ്റ ക്ഷതമോ മറ്റോ കാരണം കടുവയെ ചത്ത നിലയിൽ കിട്ടി. കേരള വനം മന്ത്രിയുടെ പാട്ട് കേട്ട് കർണാടക വനത്തിൽ നിന്നും വന്ന കടുവ തലതല്ലി ചത്തതാണോ എന്ന് അറിയില്ല. കടുവ ചത്തതോടെ മന്ത്രിക്കും ആവേശമായി. പഞ്ചാരക്കൊല്ലിയിലെ ആളക്കൊല്ലിക്കടുവ ചത്തൂര്. ഇന്നലെ കണ്ടതുപോലൊരു ദൃശ്യം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് പോകുമ്പോൾ റോഡ് ഉപരോധിച്ച് തടഞ്ഞ എന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അഭിവാദ്യം ചെയ്ത് യാത്ര അയച്ച ഒരു ജനക്കൂട്ടത്തെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് വരുമ്പോൾ അഭിവാദ്യം ചെയ്ത് യാത്ര അയച്ച ഒരു ജനക്കൂട്ടത്തെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായിരുന്നു എനിക്ക് കിട്ടിയ സ്വീകരണം? അവർക്ക് സന്തോഷമായില്ലേ? പക്ഷെ അങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടാകാറുണ്ടോ? അപ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരോടൊപ്പം നീങ്ങുന്ന ഒരു സമ്പ്രദായമുള്ള ഗവൺമെന്റാണ് LDF ഗവൺമെന്റ് എന്നാണ് ഇന്നലെ ഞാൻ തെളിയിച്ചത്. ഇനിയും തെളിയിക്കാൻ പോകുന്നത് താൻ വെറും ശംഭുവാ, ശിക്കാരി ശംഭു. ശിക്കാരി ശംഭു അതാരി? അതെ, വല്ലപ്പോഴൊക്കെ ബാലരമ വായിക്കണം, അതിൽ അങ്ങനെ ഒരാളുണ്ട്. താനും ശിക്കാരി ശംഭുക്കെ ഭാഗ്യത്തിനാ കേസ് തെളിയിക്കുന്നത്, അല്ലാതെ തനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല. സിന്ദാബാദ് വിളിച്ചില്ലേ അങ്ങനെ എവിടെയെങ്കിലും? പക്ഷേ അത് ഞാൻ ആദ്യം പറഞ്ഞു, അത് കുറച്ചും കൂടി നന്നായിട്ട് കൊടുക്കായിരുന്നു. പാട്ടുംപാടി പ്രശ്നം പരിഹരിക്കുന്ന മന്ത്രിയാണ് വനം വകുപ്പിനുള്ളത്. സ്വന്തം പാർട്ടിയിലെ കടുവകൾ ഇറങ്ങിയിട്ടും അനങ്ങിയിട്ടില്ല മന്ത്രി. പിന്നെയാണോ വയനാട്ടിലെ കടുവ? കടുവയെ കിടുവ പിടിക്കുന്ന കാലമാണ്. അതെ, അതിന് പാട്ടും പാടി പരിഹരിച്ചു. പാട്ട് പാടിയല്ല, പാട്ടും പാടി പരിഹരിച്ചു. അങ്ങനെ ഒരു നാടൻ ചൊല്ല് ഉണ്ടല്ലോ. പാട്ട് പാടറിയാം. ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ പാട്ട് വേറെ, പ്രവൃത്തി വേറെ.
ഇപ്പം നമുക്ക് നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, പാട്ടും പാടി ജയിച്ചു നടത്തുമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തു എന്നല്ലേ. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ചെയ്തു, അത് പാട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഇനി പാട്ട് കേൾക്കണം തോന്നുമ്പോൾ പറഞ്ഞാൽ മതിട്ടോ, ഞാൻ വരാം. കേട്ടോടത്തോളം മതിയായി മോളെ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ മലയോര ജാഥ കണ്ണൂരിൽ നിന്ന് തുടങ്ങി നിലമ്പൂരെത്തിയപ്പോൾ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തി. ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, വരട്ടെ എന്ന് അങ്ങോട്ട് ചോദിച്ചു. ആലോചിച്ച് പറയാമെന്ന് UDF. കൂടിയാലോചനയ്ക്ക് ശേഷം വന്നോളാനും പറഞ്ഞു. മുൻ നിലമ്പൂർ MLA PV അൻവറിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി കാണാ തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി കുഴികുത്തി കിണറുകളാക്കി കുടിനീരംഗം വെട്ടും വീരൻ യവനോ അവൻ ഇവനേ ഈ അടിയൻ വേദപുരം തലവൻ. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഞാൻ ചോദിച്ചിട്ട് തന്നെ വന്നത്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ മിനിയാന്ന് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു. മലയോര സമരയാത്രയുമായി സഹകരിക്കണം, അദ്ദേഹം MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ ജാഥയിൽ പങ്കെടുത്തതിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു UDF നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല, തീർച്ചയായും അദ്ദേഹത്തിന് പങ്കെടുക്കാം, അദ്ദേഹത്തിൽ അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു എന്ന്. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങൾ പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിലും UDF തറവാട്ടിലേക്ക് കയറണമെന്നുണ്ട് PV അൻവറിന്. വാതിലാണെങ്കിൽ കാരണവന്മാർ തുറക്കുന്നതുമില്ല. ചില കാഴ്ചക്കുല സമ്മാനങ്ങളുമായി വരുന്ന ഭൈമി കാമുകർ കാത്തിരിക്കുക തന്നെ, അല്ലാതെ എന്തു ചെയ്യും? അപ്പൊ ഒരു സമ്മാനം കൂടി ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മാനന്തവാടിയിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു LDF ഭരിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബെന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞു അവിശ്വാസം കൊടുക്കണം. അവിശ്വാസം കൊടുത്തു. LDFന്റെ ഭരണസമിതി പോയി. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് അവിടെ വോട്ടെടുപ്പായിരുന്നു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു. LDFനെ പുറത്താക്കി UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 20 മിനിറ്റായി. അപ്പോൾ തറവാട്ടിക്ക് വന്നപ്പോൾ ഒന്നും കൊടുന്നില്ലെന്ന് ആരും പരാതി പറയണ്ട. അപ്പോൾ തറവാട്ടിക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട്. നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഞങ്ങൾ പറഞ്ഞെന്താ പറഞ്ഞ പോലെ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു. വേണ്ട, ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട, അവനാ വാതിക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമോ? ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. മറ്റേ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പങ്കെടുത്ത് സ്നേഹം പങ്കുവച്ചതാണ് മലയോര ജാഥയുടെ മറ്റൊരു ഹൈലൈറ്റ്. വന്യജീവി ആക്രമണം പോലുള്ള മലയോര കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന സമരം. ഒരുമിച്ചുള്ള പത്രസമ്മേളനം നടക്കാത്തത് നന്നായി. രണ്ടുപേരും രണ്ടു വഴിക്കാണ് എന്നതിന് മുൻ വനമന്ത്രി കൂടിയായ KPCC പ്രസിഡന്റിന്റെ പ്രസംഗം തന്നെ തെളിവ്. ഇതിന് പരിഹാരം വേണ്ടേ? 2 രീതിയിൽ പരിഹാരമുണ്ട്. കുഞ്ഞാലി സാഹിബ് ഇവിടെ പറഞ്ഞു, ഞങ്ങൾ പരിഹാരം കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് ജാഥ നടത്തുന്നത്. എന്താ പരിഹാരം? പലഹാരം വേണോ? പലഹാരം അല്ലട കൈതേ, പരിഹാരം. ഒന്നാമത്തെ പരിഹാരം പരമ്പരാഗതമായ സംവിധാനങ്ങളാണ്. കിടങ്ങ് വേണം, സൗരോർജ വേലി വേണം, റെയിൽ ഗേജ് വേണം, ഒരുപാട് സംവിധാനങ്ങൾ പണ്ട് മുതൽ മതിലുകൾ വേണം. ഞാൻ ഈ ഉപമന്ത്രിയായിരിക്കുമ്പോ ആന, നമുക്കറിയാം ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. ആനയെല്ലാം ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു.
ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. സൗരോർജ്ജ വേലി വേണം. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷേ ആന ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി, ആന മരക്കൊമ്പ് മുറിച്ച് അടിച്ചു പൊട്ടിച്ച്, ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായപ്പോൾ ഇലക്ട്രിക് കിട്ടി, ആന പൊട്ടിച്ചു. ഇനി നമുക്ക് മതില് കെട്ടാം. മതിലുകൾ വേണം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. ഞാൻ മന്ത്രിയായപ്പോൾ മതിലുണ്ടാക്കി, പുലി പൊട്ടിച്ചു. മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് വാങ്ങി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. കിടങ്ങ് വേണം. ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി മണ്ണിട്ട് മണ്ണ് നിരത്തി ആന അകത്ത് കയറി ആന പോയി. നമ്മളെ പിന്നാലെ പണി നിർത്തി. ഇവനൊരിക്കൽ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളെ പണി നിർത്തി. അദ്ദേഹം പറഞ്ഞത്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇത് തടയാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ്. ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച്. കണ്ണൂരിലെ മലയോര മേഖലയിൽ നിന്നുള്ള സണ്ണി ജോസഫ് MLA മലയോര ജനതയ്ക്ക് മറ്റൊരു വാഗ്ദാനം കൂടി നൽകുന്നു. കാട്ടുപന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് സംസ്കരിക്കണം. അതിനു പകരം വെളിച്ചെണ്ണയൊഴിച്ച് കാട്ടുപന്നി ഫ്രൈ ഉണ്ടാക്കാൻ എല്ലാവരെയും സഹായിക്കും. ഇത് UDFന്റെ ഉറപ്പ്. കാട്ടുപന്നിയെ വെടിവെക്കാൻ കേരളത്തിലെ സർക്കാരിന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. വെടിവെക്കാൻ വരുന്ന ആൾക്ക് 1000 രൂപ കൊടുക്കാം. ദൗർഭാഗ്യവശാൽ എല്ലാ പഞ്ചായത്തുകളും ഒരേപോലെ താല്പര്യം കാണിക്കില്ല. അതിന് അവർക്ക് പരിമിതി പറഞ്ഞ് ഷൂട്ടർമാരില്ല. ഇല്ല, ഇതിലാകെ ഒരു ഉണ്ടേ ഉള്ളൂ. അത് ഞാൻ 1972 മുതൽ കാത്തു സൂക്ഷിക്കുന്ന ഉണ്ടയാ. ആ ഉണ്ട ഈ തെണ്ടിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇപ്പൊ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ത്തിയാൽ ലൈസൻസ് ഉള്ള തോക്ക് വേണം. കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ള തോക്കുണ്ടോ? റോയി ഒരാൾക്കാണ്. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെ ഒരാൾക്കാണ് ലൈസൻസ് തോക്ക്. പിന്നെ എവിടെ നിന്ന് പന്നിയെ വെടിവെക്കും? അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ, ഇത് വെക്കാനാ. എന്റെ അഭിപ്രായത്തിൽ CP ജോൺ പന്നിയെ വെടിവെച്ചാൽ അതിനിപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. എന്റെ അഭിപ്രായത്തിൽ അബു മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ? ഒരിക്കൽ പോലും ഇവറ്റകളുടെ രുചി എന്താന്ന് അറിഞ്ഞിട്ടില്ല. ഇവറ്റകളെ പിടിച്ച് ഉപ്പും മുളകും പാകത്തിന് പുരട്ടി എരിയുന്ന തീയിൽ ചെറുതായി ചുട്ടെടുത്ത് തട്ടിയാൽ സ്വർഗം. ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും AIC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, UDF വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം. പച്ച കുരുമുളകായിട്ട് അരച്ചിരിക്ക, ബീഫിന്റെ മണം അറിയാതിരിക്കാൻ. അല്ല, ഞാൻ മാനിറച്ചിയാന്ന് വെടി പറഞ്ഞതാ. അപ്പൊ വെടിയിറച്ചിയല്ലേ കഴിക്കും.